കുറച്ച് കക്കായിറച്ചി കിട്ടിയിട്ടുണ്ട്. കക്കായിറച്ചി എന്ന് പറയും, എലിന്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആണോന്നും എനിക്ക് ശരിക്കറിയത്തില്ല. ഇവിടെയൊക്കെ കക്കായിറച്ചി എന്ന് പറയും. അപ്പോൾ ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ഇത് കഴുകി വൃത്തിയാക്കി അഴുക്കൊക്കെ കളഞ്ഞ് വെക്കണം. ഇവിടെ ഇതിങ്ങനെയാണ് മേടിക്കാൻ കിട്ടുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കക്കയിറച്ചിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഈ വെള്ളം വറ്റി വരണം. അതുവരെ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ആ നേരം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. തോരൻ വേണ്ട അരപ്പ്: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിക്ക് വേണ്ടുന്ന പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഇത്രയൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴത്തേക്കും കക്കയിറച്ചിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് തുറന്ന് അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളിക്ക. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നമ്മൾ മുളക് പൊടി ചേർക്കും, അതിനനുസരിച്ച് 2 പച്ചമുളക്, അതുപോലെ കുറച്ച് പെരിഞ്ചീരകം. ഇത്രയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പച്ച മല്ലിപ്പൊടി മുളക് പൊടിയുവാ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ ചൂടിൽ അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറും. അതിന് ശേഷം നമുക്ക് ശകലം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്താലും മതി. ഇവിടെ ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നത്. അതും നല്ലതുപോലെ യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളവും കൂടെ തളിച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ വെന്തതിന് ശേഷം നമുക്ക് പിന്നെയും ഇളക്കി കൊടുക്കാം, അടിക്ക് പിടിക്കാതിരിക്കാനാണ്. പിന്നെ നമുക്കതിലോട്ട് കുരുമുളക് പൊടിയും, കുരുമുളകിൽ ലേശം കൂടുതൽ ചേർക്കണം, അതുപോലെ ലേശം ഗരം മസാലയും അതും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പീരയൊക്കെ മുരിഞ്ഞ് നല്ലൊരു ഫ്ലേവർ വരണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കാം. അതുപോലെ ലേശം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. ഇത്രയും മിക്സ് ചെയ്തിട്ട് എരിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണ്ടുന്നത് ചേർത്ത് കൊടുത്തോണം. എനിക്കിപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചേക്കാം. തീ ഓഫ് ചെയ്യാം. അടച്ച് വെച്ചിരുന്നേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കക്കയിറച്ചി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല സ്വാദുള്ള കക്കയിറച്ചി തോരനാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.